ദുബായിൽ സ്കൂബ ഡൈവിംഗിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച തൃശൂർ വേലൂർ സ്വദേശി ഐസക് പോളിന്റെ മൃതദേഹം 2 ദിവസത്തിനകം നാട്ടിലേക്ക് കൊണ്ടുപോകും. അപകടത്തിൽ പരിക്കേറ്റ ഭാര്യയും സഹോദരനും ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായ് ജുമൈറയിൽ സ്കൂബ ഡൈവിംഗ് നടത്തുന്നതിനിടെയാണ് തൃശൂർ വേലൂർ സ്വദേശി ഒലക്കേങ്കിൽ ഐസക് പോളും ഭാര്യ രേഷ്മയും സഹോദരൻ ഐവിനും അപകടത്തിൽപ്പെടുന്നത്. 29 വയസ്സുള്ള ഐസക് പോൾ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ശ്വാസകോശത്തിൽ വെള്ളം കയറിയെന്നാണ് റിപ്പോർട്ട്. ഡൈവിംഗിന് മുമ്പുള്ള പരിശീലനത്തിനിടെയാണ് അപകടമെന്നും ഹൃദയാഘാതമാണ് മരണകാരണമെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഭാര്യ രേഷ്മയ്ക്ക് അപകടത്തിൽ കാര്യമായ പരിക്കേറ്റിരുന്നില്ല. അതേസമയം ഐസക് പോളിന്റെ സഹോദരൻ ഐവിന് സാരമായ പരിക്കേറ്റു. ശ്വാസകോശത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഐവിൻ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു. തുടർ ചികിത്സ ആവശ്യമുള്ളതിനാൽ ഐവിനെ ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം. അതേസമയം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഐസക് പോളിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 2 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.